ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു നോമ്പ് തുറയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഉപ്പാൻ്റെ തറവാട്ടിലാണ് കേട്ടോ ഈ ഒരു നോമ്പ് തുറ ഉള്ളത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 4:30 ആ ഒരു ടൈമിൽ തന്നെ പുറപ്പെട്ടിരുന്നു. അപ്പം മുഴപ്പിലങ്ങാട് എടക്കാടാണ് ഇവരെ പോരാ. അപ്പോൾ നമ്മൾ പിടിയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നേരെ എടക്കാടെത്തി. അവിടെ എത്തിയാൽ ഓരോരുത്തരെ തിരക്കില്ലേനു. എന്താണെന്ന് വെച്ചാൽ നോമ്പ് പറയല്ലേ, അതുകൊണ്ട് തന്നെ ആ ഒരു 6:45 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ബാങ്ക് കൊടുക്കുന്ന ടൈം ആ ഒരു സമയത്തേക്ക് തന്നെ എല്ലാം എത്തിക്കണ്ടേ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ അടിപൊളി ഒരു ബിരിയാണി വെച്ചിന്, നല്ല ചിക്കൻ ബിരിയാണി. പിന്നെ ഒരാൾ നോക്കുമ്പോൾ ഇതാ ചായ അച്ചന്ന്, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ റിലേറ്റീവ്സൊക്കെ ഓരോരോ കടികളൊക്കെ ഓരോ പ്ലേറ്റിലേക്ക് ആക്കി വെക്കുന്നതിനു. അപ്പോൾ നോമ്പ് തുറ എന്ന് പറയുമ്പം എൻ്റെ പേഴ്സണലി അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. അതായത് വളരെ റെയറായിട്ടല്ലേ അങ്ങനെ കഴിക്കാൻ പറ്റുന്നുള്ളൂ. ഒന്നുകിൽ കല്യാണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒത്തുകൂടാ, അങ്ങനെയല്ലേ. അപ്പോൾ ഈ ഒരു റമദാന് നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട്, ഇപ്പോൾ ഉപ്പാൻ്റെ ഫാമിലി ആയാലും ഉമ്മാൻ്റെ ഫാമിലി ആയാലും അങ്ങനെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരുമിച്ചിട്ട് നമ്മൾ കൂടിയിട്ട് അവരെപ്പോഴും ഒന്ന് നോമ്പ് തുറന്ന് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ കസിന് ഞാനിവിടുന്ന് പപ്പായ മുറിക്കുകയാണ് ഗ്യാസ് എന്നൊക്കെ പറയുന്നുണ്ട്, തട്ടി വിടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു നോമ്പുറക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉന്നക്കായ് പോള, അതുപോലെ തന്നെ കട്ട്ലേറ്റ്, നമ്മളെ ഇറച്ചിപ്പത്തിൽ, കായ്പോള, പിന്നെ ജ്യൂസായിട്ട് പൾപ്പി ഗ്രേപ്പാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുവന്ന കടികളൊക്കെ നമ്മൾ പ്ലേറ്റിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതും കട്ട് ചെയ്ത്. ഓൾമോസ്റ്റ് ഞാനിവിടെ വരുന്നതിന് മുന്നേ ഇവരെല്ലാ പണികളും കഴിച്ചിരുന്നു. പിന്നെ അല്ലറ ചില്ലറ പണികളായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ബ്രെഡ് പോക്കറ്റ് ഷവർമ. അപ്പോൾ നോമ്പ് തുറക്കേണ്ട ടൈമിൽ മക്കളെ വേറെ തന്നെ സെപ്പറേറ്റ് ഇരുത്തി, കുറേ മക്കളുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെല്ലാം സെപ്പറേറ്റ് ഇരുത്തി. നമ്മൾ ടേബിൾ മേലിരുന്ന് അങ്ങനെ ബാങ്ക് കൊടുത്ത് പിള്ളേരെല്ലാം നോമ്പ് തുറന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ കസിൻസിൻ്റെ ഒക്കെ കുട്ടികളാണിത്. കുഞ്ഞു മക്കൾ ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നോമ്പ് തുറക്കുന്ന നേരം നല്ല രസമാണ് കേട്ടോ കാണാൻ, അവർ കൂടിയിരുന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ നോമ്പൊക്കെ തുറന്ന് എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് റൂമിലിങ്ങനെ ഒത്തുകൂടി വരാം. എൻ്റെ മോള് പറഞ്ഞ് ആമിന ഞാനൊരു പാട്ട് പാടാന്ന്. അങ്ങനെ പാട്ട് പാടിയൊരു ആമിന നല്ല ഹാപ്പിയായി. അങ്ങനെ ഇതാ പാട്ടും അതുപോലെ തന്നെ കുഞ്ഞുമക്കളുടെ കളിയും ചിരിയും ഡാൻസും ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡിനായിട്ട് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ വെള്ളപ്പോളയാണ്, നോമ്പ് സ്പെഷ്യൽ വെള്ളപ്പോളയും നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങാപ്പാലും പഴമൊക്കെ അടിച്ചിട്ടുള്ള ഒരൈറ്റവും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ ഉപ്പിത്തൻ്റെ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണി. ആ പൊരിച്ച കോഴിയും ഒരു കഷ്ണം കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് അച്ചാറും മസാലയൊക്കെ മിക്സ് ചെയ്ത് ആ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറയാതെ വയ്യ, അടിപൊളിയാണ്.
അപ്പോൾ ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മളിതാ വെള്ളപ്പോളയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും കൂടിയിട്ടുള്ള അത് കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വെള്ളപ്പോളയാണ്. ഈ ഒരു വെള്ളപ്പോളയിൽ നമ്മളിതാ ഈ ഒരു തേങ്ങാപ്പാലും അതുപോലെ തന്നെ നല്ല മൈസൂർ പഴവും പിന്നെ ഏലക്കയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുള്ള കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു നോമ്പിന് മാത്രമാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്ത് കഴിക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ പൊതുവേ നോമ്പിനാണിത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടിക്കുഴച്ചിട്ട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അൽഹംദുലില്ലാ നമ്മൾ പുരക്ക് പോവാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനസ് വേൾഡ്. താങ്ക് യു.